ഗ്ലോബൽ ട്രേഡ് എക്സ്പോ ആണ് കേരളത്തിലെ കൊച്ചിയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സ്പോ പ്ലാൻ ചെയ്തു. തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ നിങ്ങൾ ROVER എന്നുള്ളത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് നേരെ മുന്നിലായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഗംഭീരമായുള്ള ഒരു എക്സ്പോ നമ്മളെ ഈ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവാണ്. 2023 സെപ്റ്റംബർ 20 മുതൽ 24 വരെ കോലഞ്ചേരി ഏരിയ പ്രവാസി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും ബിസിനസ് കേരളയും ഇന്തോ ട്രാൻസ് വേൾഡ് ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്നിട്ടാണ് ഈ ഒരു എക്സ്പോ സംഘടിപ്പിക്കുന്നത്. എക്സ്പോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ ബിസിനസ് കേരളയും ഇതേ സംഘടനയും ചേർന്നുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പോ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ എക്സ്പോയിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സാധനം വലിയ വലിയ ഒത്തിരി കമ്പനികൾ നമുക്ക് പരിചയപ്പെടാം, നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരമൊക്കെയാണ് നമുക്ക് എക്സ്പോയിൽ വരുന്നത്. ബിസിനസ്സുകാർക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റുകൾ വളരെ സിമ്പിളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഡിസ്ട്രിബ്യൂഷൻ B2Bയും B2Cയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് എക്സ്പോസ് ഈ ഒരു സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു എക്സ്പോയിൽ പ്ലാൻ ചെയ്ത് നമുക്കറിയാം. നേരെ വീഡിയോയിലേക്ക്. ഗ്ലോബൽ ട്രേഡ് എക്സ്പോനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ബിസിനസ് കേരളയുടെ MD നൗഷാദ് ഭായ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു വർഷം എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്? കഴിഞ്ഞ വർഷം ട്രേഡ് എക്സ്പോ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാംസുകൾ. ഈ വർഷം ഗ്ലോബൽ ട്രേഡ് എക്സ്പോ ആണ്. ഗ്ലോബലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു ട്രേഡ് എക്സ്പോ എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ഗ്ലോബലി ആ കമ്പനികൾ എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള കമ്പനികളെ എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമസ്തേ ഇന്ത്യ എന്നാണ് നമ്മുടെ ഹെഡിങ്. നമസ്തേ ഇന്ത്യ. കാരണം ഇന്ത്യയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനത്ത് നിന്നുള്ള കമ്പനികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാ മേഖലയിലുള്ള ബിസിനസ്സുകാർക്കും അവരുടെ പ്രൊഡക്റ്റ്, സർവീസ്, അവരുടെ ബ്രാൻഡിനെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റികൾ പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയാണ് ഈ ഒരു എക്സ്പോയിലൂടെ കൂടിയിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ മറ്റൊരു പ്രത്യേകത വെച്ചാൽ സാധാരണ ഒരു ബിസിനസ് എക്സ്പോ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന മാതിരി തന്നെയാണ് ഏതെങ്കിലും ഒരു കാറ്റഗറി സ്പേസിലുള്ള ഒരു ബിസിനസ് എക്സ്പോ അല്ല. എല്ലാ മേഖലയിലുള്ള ബിസിനസ്സുകാർക്കും അവർ പ്രൊഡക്റ്റ്, സർവീസ്, മിഷനറി, ബിൽഡേഴ്സ്, FMCG, എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, അതുപോലെ തന്നെ ബിൽഡേഴ്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഞാൻ പറയാത്ത ഏതൊക്കെ മേഖലയുണ്ടോ, ഏതൊക്കെ മേഖല ബിസിനസ്സുകളുണ്ടോ ആ ബിസിനസ്സുകാർക്കൊക്കെ അവരുടെ പ്രൊഡക്റ്റ്, സർവീസ് നല്ല രീതിയിൽ പരിചയപ്പെടുത്താനുള്ള സ്റ്റാളുകളും ഏകദേശം 200 to 250 B2B ബിസിനസ് സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്രാഞ്ചൈസി കൊടുക്കുന്ന കമ്പനികൾ, ഡീലർഷിപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന കമ്പനികൾ, പ്രൊഡക്റ്റ്, സർവീസ് പരിചയപ്പെടുന്ന കമ്പനീസിനെല്ലാം ഈ ഒരു എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ബിസിനസ് സെമിനാറുകൾ, അതുപോലെ തന്നെ B2B മീറ്റുകൾ, ബിസിനസ് നെറ്റ്വർക്കിംഗ്, അതുപോലെ ബിസിനസ് ട്രെയിനിങ്, ബിസിനസ് അവാർഡുകൾ, അതുമാതിരി എൻ്റർടൈൻമെൻറ്റ്സ് പ്രോഗ്രാംസിലെല്ലാം ഈ ഒരു പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോരാതെ നമുക്കറിയാം വരുന്ന കമ്പനീസിന് ഒരുപാട് സ്റ്റാഫിനൊക്കെ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഫെയർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ കാരണം ബിസിനസ്സുകാർക്ക് പറഞ്ഞത് അതുപോലെ തന്നെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഭാഗമായിട്ടാണ് സാധാരണ എക്സ്പോയിലൊന്നും അധികം ഇങ്ങനെ ഈ പറഞ്ഞ ജോബ് ഫെയറുകളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫെയറോ നടക്കാറില്ല. വളർന്നു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭം ജോലി നോക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കൈത്താങ് കൂടി ഞങ്ങളുടെ ഭാഗത്ത് കൊടുക്കാതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉൾക്കൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സ്പോ പ്ലാൻ ചെയ്തു. തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കമ്പനികളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ പോലും ഉൾപ്പെടുത്താനുള്ള രീതിയിലാണ് ഈ ഒരു എക്സ്പോ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും എല്ലാ കമ്പനീസിനും ഇൻവിറ്റേഷൻ അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റെഫറൻസ് മെയിലുകളായിട്ട് അയക്കുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനത്തുള്ള കമ്പനികൾ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. പല എക്സ്പോകളും മറ്റുള്ള സംസ്ഥാനത്ത് പോലുള്ള കമ്പനികളെ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പങ്കെടുത്തിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഒരുപാട് എക്സ്പോകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ ട്രേഡ് സെൻ്ററിലാണെങ്കിലും അതുപോലെ തന്നെ ഒഡീഷയിലാണെങ്കിലും ഒരുപാട് എക്സ്പോകൾ സ്ഥിരം വേദികളാണ്. പക്ഷേ കേരളത്തിൽ അതാത് ഓർഗനൈസേഷൻ നടത്തുന്ന എക്സ്പോകളും ഗവൺമെൻറ് നടത്തുന്ന എക്സ്പോകളും മാത്രമല്ലാതെ മറ്റുള്ള സംസ്ഥാനത്തുള്ള കമ്പനികൾ വന്നിട്ടുള്ള എക്സ്പോകൾ വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിന് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഗ്ലോബലി കേരളത്തിനെയും കൊണ്ടുപോകുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ കേരളത്തിലേക്ക് സംരംഭകരെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കൂടി ഞങ്ങളുടെ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ വലിയൊരു എക്സ്പോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ചെറിയൊരു കമ്പനി അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്തൊരു ബിസിനസ് ഉണ്ടോ, നമുക്കത് നാലാൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് എന്നൊരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി മാത്രമേ ആളുകൾ ഈ ബിസിനസ്സുകൾ അറിയുന്നുള്ളൂ. അത് കൂടാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ആ കമ്പനിയുടെ ഓണേഴ്സിനായിട്ടോ അല്ലെങ്കിൽ മാനേജറിനോട് സംസാരിച്ചിട്ട് ആ പ്രൊഡക്റ്റ് അവിടുന്ന് ലൈവായി കാണാനും ഒരു ദിവസം നമ്മൾ ഇതിനോട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100-200 കമ്പനികളുടെ ബിസിനസ് ഡീറ്റെയിൽ ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഫ്രാഞ്ചൈസി, ഡിസ്ട്രിബ്യൂഷൻ, ഡീലർഷിപ്പോ എടുക്കാനുള്ള ഒരു അവസരം കൂടിയും അവരെ കൂടി ജോയിൻ ചെയ്യുന്ന അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ചിലപ്പോൾ പല ആളുകൾക്കും ബിസിനസ് എക്സ്പോയിലൂടെയാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. കാരണം പുതിയ ആശയങ്ങൾ കാണാൻ പറ്റും, പുതിയ സംരംഭത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും, പുതിയ മിഷനറികളെ കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുക്കും. അതുപോലെ തന്നെ പല കമ്പനികൾക്കും അവരുടെ ഫ്രാഞ്ചൈസികളെ ഒന്നും കൂടി ആളുകളിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പോൾ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയോ അല്ലാതെ തന്നെ
തന്നെ എന്താണ് എൻ്റെ ഫ്രാഞ്ചൈസിന് നെഗറ്റീവ്സ് എന്ന്, എന്താണ് എൻ്റെ ഫ്രാഞ്ചൈസി പോസിറ്റീവ്സ് എന്ന് ഒരു കസ്റ്റമർ മുന്നിൽ കിട്ടി സംസാരിക്കുന്ന അവസരം കൂടി നമ്മളോട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വേസാപ്പ്, നോർക്ക, വേൾഡ് മലയാളി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, റോട്ടറി, അങ്ങനെ ഒരുപാട് സംഘടനകളും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ തീർച്ചയായിട്ടും അവരെല്ലാം സപ്പോർട്ട്. കാരണം എല്ലാവരും കാണും ബിസിനസ്സാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ആരെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ആരൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ സംഘടനകളും കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ നടത്തുന്ന ഈ ഒരു ഗ്ലോബൽ എക്സ്പോയ്ക്ക് എല്ലാ സംഘടനകളും എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആളുകളും ഈ ഒരു പ്രോഗ്രാമിന് മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ സർവീസോ പ്രൊഡക്റ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് എക്സ്പോയിൽ ഈ ഒരു ബിസിനസ് സ്റ്റാളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്തുന്ന അവസരവും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുൻകൂട്ടി ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ഏരിയകളും നല്ല ബിസിനസ് സ്റ്റാളും ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല സ്പേസ് ഒക്കെ കിട്ടാൻ വേണ്ടി നോക്കുന്ന ആളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മുൻകൂട്ടി ഇപ്പോൾ തന്നെ പ്രീ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഓഫറുകളൊക്കെ അങ്ങനെ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഓരോ ദിവസം നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും 11 മണി മുതൽ ഈ നൈറ്റ് ഏകദേശം 9 മണി വരെ ഈ പറഞ്ഞ ബിസിനസ് എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ബിസിനസ് സെമിനാറുകൾ, ബിസിനസ് ട്രെയിനിങ്സ് പ്രോഗ്രാംസുകൾ, പല ഓർഗനൈസിങ് അവരുടെ ബ്രാൻഡിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പരിചയപ്പെടുത്തലൊക്കെ ഈ പ്രോഗ്രാമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസനം, കേരളത്തിൻ്റെ ഒരു ബിസിനസ്സുകാരുടെ വികസനവും കണ്ടുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്യുക. ഗ്ലോബൽ ട്രേഡ് എക്സ്പോനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ബിസിനസ്സുകാർക്ക്, നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവർ പരിചയപ്പെടുത്താനുള്ള നല്ലൊരു അവസരമാണ്. അതേപോലെ മറ്റുള്ള കമ്പനികളെ പരിചയപ്പെടാനുള്ള ഒക്കെയുള്ളൊരു അവസരമാണ് ഈ ഒരു എക്സ്പോയില് ബിസിനസ് കേരള ഈ ഒരു ഗ്രൂപ്പും പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കുകയാണെങ്കിൽ വലിയൊരു അവസരം തന്നെയാണ്. കാരണം ആളുകളിലേക്ക് അല്ലെങ്കിൽ കമ്പനികളെ നമ്മൾ പരിചയപ്പെടുന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഗുണമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തായാലും ഒരു മേഖല ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ വളർത്താനുള്ള ഏറ്റവും നല്ലൊരു പിടിവള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റും, ഏറ്റവും നല്ലൊരു സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റും എക്സ്പോകൾ എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇത്രയും നല്ലൊരു എക്സ്പോ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഗുണം ചെയ്യുന്നത് തന്നെയായിരിക്കും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന്, ഇപ്പം സ്റ്റാൾ ബുക്ക് ചെയ്യാനോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.